ഹായ് അസ്സലാമു അലൈക്കും. ഒരു 5 മന്ത് ബ്രേക്കിന് ശേഷം ഞാനിതാ വീണ്ടും ഒരു ഫുഡ് റെസിപ്പി ആയിട്ട് വന്നേക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് നാട്ടിലാണ്. വെറുതെ ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കരുതി. ഫിഷൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ കട്ട് ചെയ്ത് വാഷ് ചെയ്തതാണ്. ഇത്രയും ഐറ്റംസാണ് അതൊക്കെ വേണ്ടത്. മാംഗോ സ്ലൈസ് ചെയ്ത്, ചെറിയുള്ളി, പച്ചമുളക്, കാശ്മീരി സാദാ മുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ. ഇതൊരു അരപ്പാക്കി എടുക്കണം. മസാലയും തേങ്ങയും കൂടെ അരപ്പാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഈ ചെറിയുള്ളി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൺചട്ടിയിൽ ചെയ്യാൻ കരുതിയിട്ട് ഈ ചട്ടി ഇവിടെ യൂസ് ചെയ്യാറില്ല, അപ്പോൾ വറ്റിച്ചെടുക്കാൻ ഇതാണല്ലോ ബെറ്റർ കരുതിയിട്ടാണ് ഈ ചട്ടി എടുത്തിട്ടുള്ളത്. അതൊക്കെ ഈ ഫിഷ് കൂട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കി പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പില ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വേപ്പില എടുക്കുന്നുണ്ട്. അത് പിന്നെ അതൊക്കെ ഈ ഇത്രയും ഐറ്റംസൊക്കെ പാകത്തിന് കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് നേരം ടോപ്പ് തുറന്ന് വെച്ച് വേവിക്കുക. കാരണം ഇതിൽ വന്നിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോണം. അതൊക്കെ വേണ്ടിയിട്ടൊന്ന് തുറന്ന് വെച്ച് വേവിക്കുകയാണ്. ഇത് പെട്ടെന്ന് കുക്കാവുന്ന മീനായതുകൊണ്ട് ഉടഞ്ഞു പോകും, പിന്നെ മുള്ള് എല്ലാം സെപ്പറേറ്റ് ആയി പോകും. അപ്പോൾ ഒന്നുകൊണ്ട് കുക്കായി വന്നപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വളരെ ചെറിയ മീനാണ്, അതുകൊണ്ട് ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ തിന്നാൻ ഭയങ്കര പാടാവും. ഇത് സെർവ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലാത്തവർ അതൊക്കെ മൊത്തമായിട്ട് ഒഴിച്ച് കൊടുക്കും. ഞാനിത് സെർവ് കഴിക്കുമ്പോൾ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അത് എണ്ണ കുക്കാവേണ്ട ആവശ്യമില്ല. അതാണ് ഈ മീൻ വറ്റിച്ചതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.